പ്രൈസ് ദ ലോർഡ്. അതേ പ്രിയ ദൈവമക്കളെ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരായ നാം ഓരോരുത്തരും ഈ നാളുകളിൽ ദൈവത്തിൻ്റെ നന്മകളെ കാണും. അതെ, ദൈവത്തിൽ നാം സന്തോഷിക്കും. ദൈവത്തെ അധികമായി നാം ഇനിയും പുകഴ്ത്തും. ദൈവം നമ്മെ കടാക്ഷിക്കും. നന്മയ്ക്കായി കർത്താവ് നമ്മെ സന്ദർശിക്കും. ഈ നാളുകളിൽ ഈ വാക്കുകളെ നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മോട് കൂടെ ഇരുന്ന അനേക നന്മകളെ കാണുവാനും ദൈവത്തെ അതിയായി സ്തുതിക്കുവാനും കർത്താവ് നമ്മെ നന്മയ്ക്കായി സന്ദർശിച്ചതുപോലെ തന്നെ ഇനിയും അതിലുപരിയായി കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. ഈ വിശുദ്ധ ദിവസത്തിലും അല്പസമയം ചിന്തിക്കാതാരമായി 106 സങ്കീർത്തനങ്ങൾ അതിൻ്റെ 4-5 വചനങ്ങൾ നമുക്ക് വായിക്കാം. യഹോവേ, നീ തിരഞ്ഞെടുത്തവരുടെ നന്മ ഞാൻ കാണേണ്ടതിനും നിന്റെ ജനത്തിൻ്റെ സന്തോഷത്തിൽ സന്തോഷിക്കേണ്ടതിനും നിന്റെ അവകാശത്തോടുകൂടെ പുകഴേണ്ടതിനും നിന്റെ ജനത്തോടുള്ള കടാക്ഷപ്രകാരം എന്നെ ഓർത്ത് നിന്റെ രക്ഷ കൊണ്ട് എന്നെ സന്ദർശിക്കണമേ. പ്രിയ ദൈവമക്കളെ, നമ്മെ ഓർക്കുന്നൊരു ദൈവമുണ്ട്. യഹോവ നമ്മെ ഓർത്താലുള്ള പ്രത്യേകത 115 സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു. യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ അനുഗ്രഹിക്കും. നിശ്ചയമായി കർത്താവ് നമ്മെ എല്ലാ നിലകളിലും അനുഗ്രഹിക്കും. ഇതുവരെയും കാണുവാൻ കഴിയാതെ നാം കാത്തിരിക്കുന്ന ചില നന്മകൾ കാണുവാൻ വേണ്ടി നാം കാത്തിരിക്കുകയാണ്. നിശ്ചയമായി നാം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെന്ന് നമുക്ക് ഉറപ്പുണ്ടോ? ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രകാരമാണോ നാം ഓരോ കാര്യങ്ങളെ മുന്നോട്ട് നീങ്ങുന്നത്, ഓരോ കാര്യങ്ങളെ ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിശ്ചയമായി നാം നന്മ കാണും. സ്തോത്രം. നന്മ കാണുവാൻ വിടുകയില്ല എന്ന് എത്ര ശത്രു വെല്ലുവിളിച്ചാലും അതിൻ്റെ നടുവിൽ കർത്താവ് നന്മയ്ക്കായി ചില അടയാളങ്ങളെ നമുക്ക് വേണ്ടി ചെയ്യും. അതെ, ദൈവജനത്തോടുകൂടെ സന്തോഷിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കും. ഹൃദയത്തിലെ ആഴമായ ദുഃഖങ്ങൾ, നിരാശകൾ, വേദനകളൊക്കെ ഇപ്പോൾ തന്നെ മാറിപ്പോകട്ടെ. സ്തോത്രം. ഹൃദയംഗമായി സന്തോഷിപ്പാൻ ഈ നാളുകളിൽ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. അതേ, കർത്താവിൻ്റെ അവകാശത്തോടുകൂടെ പുകഴേണ്ടതിന് ആമയെ സ്തോത്രം. മനുഷ്യരെ പുകഴ്ത്തുന്നവരായിട്ടല്ല, ദൈവത്തിന് തൻ്റെ നാമത്തിന് തക്ക മഹത്വം കരയറ്റി ദൈവത്തെ അധികമായി പുകഴ്ത്തുന്നവരാ. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി വലിയവ ചെയ്തു, എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കുന്നു, ഞാൻ സേവിച്ചിരിക്കുന്ന ദൈവമാണ് ഏറ്റവും വലിയവനെന്ന് ജാതികളുടെ മധ്യത്തിൽ ദൈവത്തെ പുകഴ്ത്തുവാൻ കർത്താവ് നമ്മെ സഹായിക്കും. മാത്രമല്ല, ദൈവത്തിന് തൻ്റെ ജനത്തോട് കടാക്ഷമുണ്ട്. ആ കടാക്ഷപ്രകാരം കർത്താവ് നമ്മെ ഓർത്ത് നമ്മെ രക്ഷ കൊണ്ട് സന്ദർശിക്കും. ഏത് പ്രതിസന്ധിയിൽ നിന്നും കർത്താവ് നമ്മെ രക്ഷിക്കുവാനായിട്ട് നമ്മെ സന്ദർശിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ആരെല്ലാം നമ്മെ തള്ളിയാലും, ആരെല്ലാം നമ്മെ കൈവിട്ടാലും, ആരെല്ലാം നമ്മെ മറന്നാലും, നമ്മെ ഓർക്കുന്ന, നമ്മെ ചേർത്ത് പിടിക്കുന്ന, നമ്മെ രക്ഷിക്കുന്ന, അമ്മയെ നമ്മോട് ദയ തോന്നുന്ന കർത്താവ് നമുക്കുണ്ട്. ആ ദൈവകരങ്ങളെ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ നാളുകളിൽ ഈ ഭൂമിയിലുള്ള സന്തോഷവും നന്മയും അവകാശവും അനുഗ്രഹങ്ങളും മാത്രമല്ല, ആ സ്വർഗീയ സന്തോഷം, ആ നിത്യ സന്തോഷം അനുഭവിക്കുവാനും ആ നിത്യ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനും ദൈവകരങ്ങളെ നമ്മെ ഏൽപ്പിച്ചു കൊടുത്ത് വിശുദ്ധിയോടെ വേർപാടോടും കൂടെ ദൈവവചനപ്രകാരം നമുക്ക് മുന്നേറാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ദിവസത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല ആലോചനയ്ക്കായി സ്തോത്രം. വചനപ്രകാരം ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഈ നാളുകളിൽ ഇനിയും വലിയത് കാണുവാനും ദൈവപ്രവൃത്തികളെ കണ്ട് സന്തോഷിക്കുവാനും അങ്ങേ അതിയായി സ്തുതിക്കുവാനും അങ്ങയുടെ നാമത്തെ പുകഴ്ത്തുവാനും അങ്ങ് ഞങ്ങളെ ഓർത്ത് ഞങ്ങളെ രക്ഷ കൊണ്ട് സന്ദർശിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. അത്ഭുതങ്ങളെ ചെയ്തതിനായി സ്തോത്രം. ഈ വിശുദ്ധ ദിവസം ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കുന്നതിനായി സ്തോത്രം. സകല മകടകരങ്ങളിൽ നാമത്തിൽ ചോദിക്കുമ്പോൾ ദൈവത്തോന്നി പ്രാർത്ഥന വിൽക്കണം. സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ.